ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് പൊന്നുമടത്തിൽ നടന്നത്. അങ്ങനെ ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സേതു പടിയിറങ്ങിപ്പോയി. എന്നാൽ സേതുവിൻ്റെ ആ ഒരു അഭാവം എല്ലാവർക്കും നല്ലതുപോലെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സേതുവിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടാണ് പല്ലവിയും ഇവിടെ അച്ചുവും ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ പല്ലവിക്ക് ഭയങ്കര സങ്കടമായി. സേതുവേട്ടനെ എവിടെ പോയി കാണും, എന്ത് ചെയ്ത് കാണും, സേതുവേട്ടൻ എവിടെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഒരുപാട് വട്ടം സേതുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ സേതുവിൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഈ സമയത്താണെങ്കിൽ സേതു ഒരു കടപ്പുറത്ത് ഇങ്ങനെ താൻ ഇനി എന്ത് ചെയ്യും, എവിടെ പോകും, മിത്രേട്ടൻ്റെ വീട്ടിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അവിടെ ആരും ഇല്ലേം താനും, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പോലീസുകാരന്മാർ വന്നിട്ട് ഈ സൈഡിലുള്ള ഈ കടപ്പുറത്തിരിക്കുന്ന എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരെയും അടിച്ചോടിച്ചു വിടും. അതുപോലെ സേതുവിനെ അവിടെ നിന്നും അവരെ ഓടിച്ചു വിട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സേതു നേരെ നടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. അപ്പോൾ തനിക്ക് ഇന്ന് അവിടെ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ച് സേതു അവിടെ കിടക്കുവാണ്. എന്നാൽ ഒരു അമ്മ വന്നിട്ട് പറയുവാണ്, മോനെ അത് സ്ഥലമാണ്, അവിടെ കിടക്കരുതേ. നോക്കുമ്പോൾ പാവം ഒരു അമ്മൂമ്മ വന്നു. എന്നിട്ട് സേതു കാര്യം ചോദിച്ചു. അപ്പോൾ ഞാനാണ് എന്നും ഇവിടെ കിടക്കുന്നത്, അപ്പോൾ മോൻ ഇന്ന് ഇവിടെ കിടക്കുവാണെങ്കിൽ എനിക്ക് സ്ഥലം കിട്ടാതെ ആകും. അപ്പോൾ അമ്മയ്ക്ക് വീടൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴാണ് ആ അമ്മയുടെ കഥ പറഞ്ഞത്. തനിക്ക് തൻ്റെ ഭർത്താവിന് മുൻപൊരു കല്യാണം കഴിച്ചതായിരുന്നു. എന്നാൽ ആ ഭാര്യ മരിച്ചു പോയത് കൊണ്ട് തന്നെ തൻ്റെ മക്കളെ നോക്കി വളർത്താൻ വേണ്ടിയിട്ട് രണ്ടാനമ്മയായിട്ടാണ് എന്നെ കൊണ്ടുപോയത്, എന്നെ വിവാഹം കഴിച്ചത്. എന്നാൽ ഞാൻ ആ മക്കളെ നല്ലതുപോലെ നോക്കുകയും ചെയ്തു, വളർത്തി വലുതാക്കുകയും ചെയ്തു. എന്നാൽ അവസാനം അവരെന്നെ ഇറക്കി വിടുന്ന അവസ്ഥയാണ് എത്തിയത്. അവരെന്നെ ഇറക്കി വിട്ടു. ഇപ്പോൾ ഞാനാണെങ്കിൽ ഓരോ അമ്പലങ്ങളിൽ ഭക്ഷണമുണ്ടല്ലോ, അന്നദാനമുണ്ടല്ലോ, അത് കഴിച്ച് ഇവിടെ വന്ന് കിടന്നുറങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സേതുവിന് തൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. സേതു അങ്ങനെ പതുക്കെ എണീറ്റു. പോകുന്നതിന് മുന്നേ തന്നെ ആ അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ വെച്ച് കൊടുത്തിട്ട് സേതു നേരെ പോയി കുറച്ച് ദൂരം ചെന്നിട്ട് തനിക്ക് പരിചയമുള്ള ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാണ്. സേതുവിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അയാൾ പറഞ്ഞു, കുഴപ്പമില്ല സേതുവേട്ടനെ എനിക്ക് അറിയത്തില്ലേ, സേതുവേട്ടൻ എത്ര ഭക്ഷണം വേണമെങ്കിലും കഴിച്ചോ, ഒരു കുഴപ്പമില്ല, സേതുവേട്ടൻ പൈസ ഉള്ളപ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് തൻ്റെ സുഹൃത്ത് സേതുവേട്ടനോട് പറഞ്ഞു. അങ്ങനെ സേതു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ആ ഒരു തെരുവിലിരിക്കുന്ന സമയത്തും സേതുവിനെ കുറിച്ചാണ് പല്ലവി ഓർക്കുന്നത്. സേതു വരുമോ ഇല്ലയോ എന്ന് കാത്ത് ആ ഒരു രാത്രി മുഴുവൻ ആ ഒരു തിണ്ണയിൽ, ആ ഒരു സിറ്റ് ഔട്ടിൽ പല്ലവി ഇരുന്നു. എന്നിട്ടും ബേബി ചേച്ചി വന്ന് പറഞ്ഞു, മോൾ എത്ര കാത്തിരുന്നാലും സേതു വരാൻ പോകുന്നില്ല. അഭിമാനമുള്ള ഒരാളാണ് സേതു, അത്രത്തോളം അപമാനിച്ചിട്ടാണ് അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. സേതു എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെയുള്ള എല്ലാവരും സേതുവിനെ പിന്നിൽ നിന്ന് കുത്താനായിട്ടാണ് ശ്രമിച്ചതെന്നും അതുകൊണ്ട് അഭിമാനമുള്ള സേതു ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് ബേബി ചേച്ചി പറഞ്ഞു. എന്നാൽ താൻ സേതുവിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും, സേതുവേട്ടനില്ലാതെ എനിക്ക് പറ്റത്തില്ല, സേതുവേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എന്തിനും ഒരു ധൈര്യമായിരുന്നു, അതിപ്പോൾ എനിക്ക് ചോർന്നു പോയ അവസ്ഥയാണെന്നും അതുകൊണ്ട് സേതുവേട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും, ഞാൻ അച്ചുവിനോട് പെട്ടെന്ന് ഇറങ്ങാൻ പറ, സേതുവേട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു വാശിയിലായിരുന്നു പല്ലവിയും. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം പൂർണിമയോട് പോയി പറഞ്ഞപ്പോഴും പൂർണിമ പറഞ്ഞത്, ഒരു കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ, അപ്പോൾ ഇറങ്ങിപ്പോകുവാണോ ചെയ്യുന്നത്. എന്നാൽ തിരിച്ചു ബേബി ചേച്ചി ഒരു കാര്യം ചോദിച്ചു. സേതു എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ആരെയും അപമാനിക്കുകയോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും സേതുവിനോട് തിരിച്ചു ചെയ്തതോ, എല്ലാവരും സേതുവിനെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകാനായിട്ട് നിന്നപ്പോൾ സേതു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ തെരുവിലോട്ട് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേതു പടിയിറങ്ങിയത്. പക്ഷേ അഭിമാനമുള്ള സേതു തിരിച്ചു വരത്തില്ല. എന്നാൽ പൂർണിമ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, സേതു തിരിച്ചു വരുമോ ബേബി, സേതു തിരിച്ചു വരുമോ? അവൻ തിരിച്ചു വരും. എന്നാൽ ബേബി ചേച്ചി തൻ്റെ അഭിപ്രായം പറഞ്ഞു, ഒരു കാരണവശാലും സേതു തിരിച്ചു വരാൻ പാടില്ല. ഈ ഒരു കുടുംബത്തില് അവന് സമാധാനമോ സന്തോഷമോ കിട്ടത്തില്ല. എല്ലാവരും പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി മാത്രമേ ശ്രമിക്കത്തുള്ളൂ. ഇവിടെ അച്ചുവിന്റെ ഭാഗത്ത് അച്ചുവിനെ വേണ്ടിയിട്ട് സേതു നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അച്ചുവിന്റെ വിവാഹം അന്ന് നിഖിലുമായിട്ട് മുടങ്ങിയപ്പോൾ അത് ഒരു ക്രിമിനലാണ് നിഖിലെന്ന് മനസ്സിലാക്കിയിട്ടാണ് സേതു ആ വിവാഹം മുടക്കിയത്. അതിനുശേഷം സേതു മറ്റൊരാളെ ഹരിയെ തേടിപ്പിടിച്ച് കല്യാണം കഴിപ്പിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അച്ഛന് ഒരു വിവാഹം മംഗല്യ ഭാഗ്യം ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ ഹരി നല്ലൊരു പയ്യനാണ്. ഹരിയും അച്ഛനും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് പൂർണിമേച്ചി അവനെ ചേർത്ത് പിടിച്ചില്ല, സേതുവിന് മാപ്പ് കൊടുത്തില്ല?
അതൊരു തെറ്റല്ലേ? അത്രത്തോളം അവനെ അപമാനിച്ചിട്ടും അവൻ ഇവിടെ നിന്നു. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സേതുവിനെ അപമാനിച്ചപ്പോൾ സേതുവിന് സഹിച്ചില്ല, അവൻ ഇറങ്ങിപ്പോയി. അത് നല്ല കാര്യം തന്നെയാണ് ചെയ്തതെന്നും അഭിമാനമുള്ള ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും തിരിച്ചു വരരുത്. ഈ കുടുംബത്തിലെ നിങ്ങളുടെ ഇടയിലോട്ട് സേതു തിരിച്ചു വരാൻ പാടില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതൊക്കെ കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. താൻ ചെയ്തത് തെറ്റാണ് എന്ന് പൂർണ്ണിമ തിരിച്ചറിഞ്ഞു. അങ്ങനെ അച്ചുവും പല്ലവിയും കൂടി സേതുവിനെ തേടി തെരുവുകൾ മുഴുവൻ തേടി ഇറങ്ങി. സ്കൂട്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ തേടി വഴിയോരങ്ങൾ മുഴുവൻ തേടിക്കൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു വഴിയിൽ വെച്ച് പല്ലവിയെയും സേതുവിനെയും പല്ലവിയും അച്ചുവും സ്കൂട്ടിയിൽ പോകുന്നത് ഇന്ദ്രൻ കണ്ടത്. അവരുടെ വണ്ടിയിൽ പിന്നാലെ തന്നെ ഇന്ദ്രൻ അവരെ ഫോളോ ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തെത്തി അവിടെ മുഴുവൻ നോക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഒരാളെ തനിക്ക് പരിചയമുള്ള ഒരാളെ പറഞ്ഞു വിട്ടിട്ട് അവരോട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങൾ തിരയുന്നതെന്ന് പല്ലവിയോട് ഇന്ദ്രൻ ഏർപ്പാടാക്കിയ ആൾ പോയി ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, സേതുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ഇയാൾ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അയാളുടെ വാക്ക് വിശ്വസിച്ച് പല്ലവിയും അച്ചും അയാൾ പറഞ്ഞ ഭാഗത്തേക്ക് പോയി. എന്നാൽ ഉടനെ തന്നെ ഇന്ദ്രൻ പറഞ്ഞേൽപ്പിച്ച ആള് ഇന്ദ്രനോട് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞ പൈസയും ഇന്ദ്രൻ കയ്യിൽ കൊടുത്തു. അങ്ങനെ നേരെ പല്ലവിയും അച്ചുവും ചെന്ന് പെട്ടത് ഒരു വീട്ടിലാണ്. ആ വീടിന്റെ അകത്തും പുറത്തും എല്ലാം നോക്കി, എന്നാൽ കാണാനില്ല. അങ്ങനെ രണ്ടുപേരും രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് ഒരു സൈഡിൽ പല്ലവിയും ഒരു സൈഡിൽ അച്ചുവും നോക്കി. അങ്ങനെ നോക്കി വരുന്ന സമയത്താണ് അച്ചു ഇന്ദ്രനെ കാണുന്നത്. ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അച്ചുവിനെ കെട്ടി, കൈയും വായും എല്ലാം കെട്ടി ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുവാണ്. പല്ലവി ഓടി വന്ന് നോക്കുമ്പോൾ അച്ചുവിനെ കെട്ടിയിട്ടിരിക്കുന്നു. ഇത് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് പല്ലവി കാണിച്ചു കൊടുക്കുന്നത്, ഇതോ അങ്ങോട്ട് നോക്ക്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ദ്രനാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇന്ദ്രന്റെ വലിയൊരു ചതിയിലാണ് പല്ലവിയും അച്ചുവും വന്ന് പെട്ടിരിക്കുന്നത്. ഈ ഒരു ചതിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ, രക്ഷകനായിട്ട് സേതു അവതരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.